ഒരു തവണ മനസ്സറിഞ്ഞ് ഒരാൾ ഈ സൂറത്ത് ഓതിയാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ റസൂലുള്ള വിഷമിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാനെ ചെന്നിട്ട് സന്തോഷിപ്പിച്ചവനെ പോലെയായി അവൻ മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു തവണ ഒരാൾ സൂറത്തു ഷറഹിന്റെ ഫദ്ല് മനസ്സിലാക്കിയിട്ട് ഓതിയാൽ, എനിക്കൊരു വിഷമമുണ്ടായി, ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചവനെ പോലെയായി അയാൾ മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ആലോചിക്ക്, റസൂലുള്ള വിഷമിച്ചിരിക്കുമ്പോൾ നബിയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ അവസരം കിട്ടിയാൽ എത്രമേൽ വലിയ ഭാഗ്യവാനായിരിക്കും അയാൾ, എത്ര വലിയ ഭാഗ്യവാനായിരിക്കും അയാൾ. ഹദീസ് കേൾക്കണ്ട സഹോദര, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, മൻ ഖറഅ സൂറത അലം നശ്റഹ്, ഒരാൾ അലം നശ്റഹ് ലക സദറക എന്ന സൂറത്ത് ഓതിയാൽ ഫകഅന്നമാ ജാഅനി വഅന മുഗ്തമ്മുൻ ഫഫറജ അന്നി, ഞാനിങ്ങനെ വിഷമിച്ചിരിക്കവേ, മാനസിക ക്ലേശം കൊണ്ട് ടെൻഷൻ കൊണ്ട് സങ്കടപ്പെട്ടിരിക്കവേ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ആശ്വസിപ്പിച്ചവനെ പോലെയാണ്, എൻ്റെ ആ പ്രയാസം തീർത്ത് തന്നവനെ പോലെയാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ, നമ്മൾ വയല് കേട്ട് മാത്രം പോയാൽ പോരാ. കഴിയുന്ന ഒരു രാത്രിയിൽ നിങ്ങളൊന്ന് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കണം. സാധാരണ നിങ്ങൾ ചെയ്യുന്ന തഹജ്ജുദും മറ്റുള്ള നിസ്കാരത്തിനൊക്കെ പുറമെ ഒരു കാര്യം ഞാൻ പറയാൻ, നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയൊരു സന്തോഷം കിട്ടും. നിങ്ങളിത് ചെയ്തു നോക്കിയാൽ മതി. ഒരു രാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് ഖിബിലയിലേക്ക് മുന്നിട്ടിരുന്ന് 103 തവണ ഈ സൂറത്തൊന്ന് ഓതുക. 103 അക്ഷരങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. 103 അക്ഷരങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. നിങ്ങളിത് ഓതുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിൽ ഒരു പ്ലാൻ ചെയ്യുക, ഒരു ഉദ്ദേശം വെക്കുക. അതായത് ഈ കൂട്ടത്തിൽ പലരെയും അലട്ടുന്ന പ്രശ്നങ്ങൾ പലതായിരിക്കും. എൻ്റെ പ്രശ്നങ്ങളാവില്ല നിങ്ങളിൽ പലർക്കുമുള്ളത്. മക്കളുടെ കാര്യത്തിൽ പ്രയാസങ്ങൾ നേരിടുന്നവർ ഈ കൂട്ടത്തിലുണ്ടാവാം, ഭർത്താവിൻ്റെ കാര്യത്തിൽ വിഷമിക്കുന്നവരുണ്ടാവാം, ഭാര്യയുടെ കാര്യത്തിൽ വിഷമിക്കുന്നവരുണ്ടാവാം, സ്വന്തം രോഗങ്ങളുടെ കാര്യത്തിൽ മനസ്സിൽ വല്ലാത്ത ആശങ്കകളും പ്രയാസങ്ങളും ഉള്ളവരുണ്ടാവാം, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ടാവാം, കിട്ടാനുള്ള ക്യാഷ് കിട്ടാത്തതിൻ്റെ പേരിൽ വലിയ ആശങ്കയിൽ കഴിയുന്നവരുണ്ടാവാം, കൊടുക്കാനുള്ളത് കൊടുക്കാൻ കഴിയാതെ വല്ലാതെ മാനസികമായി ഇടങ്ങാറാവുന്നവരുണ്ടാവാം. ഇങ്ങനെയൊക്കെ വീടില്ലാത്തവര്, മക്കളില്ലാത്തവര്, വിവാഹം ശരിയാവാത്ത വിഷയങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. എല്ലാം കൂടി നിയ്യത്ത് ചെയ്യരുത്, എല്ലാം കൂടി നിയ്യത്ത് ചെയ്യരുത്. നമ്മളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഏതെങ്കിലും ഒരു വിഷയം മനസ്സിലായിട്ട് കരുതിയിട്ട് എൻ്റെ പ്രശ്നം തീർന്നു കിട്ടണം എന്നുള്ള നിയ്യത്തോടുകൂടെ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് 103 തവണ ഈ സൂറത്ത് ഓതുക. 103 തവണ ഓതാനുള്ള കാരണം ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. 103 അക്ഷരങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. ഞാൻ പണ്ടൊരിക്കൽ കൊണ്ടോട്ടിയിൽ നിന്ന് ഈ വിവരം പറഞ്ഞിട്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഒളവട്ടൂരുള്ള ഒരു സഹോദരൻ നല്ല മനുഷ്യനാണ്, നമുക്കറിയുന്ന ആളാണ്. കാരണം ഈ ക്ലാസ്സിലും മറ്റും മറിച്ചൊക്കെ പങ്കെടുത്ത എല്ലാ നിലക്കും അവൻ വിദേശത്ത് പോയി ഒരു വാഹനം ഇങ്ങനെ ഒന്ന് തട്ടി, അതിൻ്റെ പേരിൽ വലിയ വിഷയമായി, ഇവൻ ജയിലിലായി. ഇത് കഴിഞ്ഞ് പിറ്റത്തെ ക്ലാസ്സിലാണ് ഈ വിവരം ഞാൻ പറയുന്നത്. അവൻ്റെ ഉമ്മ ക്ലാസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ ഉമ്മ അന്ന് രാത്രി തന്നെ പോയി ഈ പറഞ്ഞതുപോലെ ചെയ്തു. പിറ്റേന്ന് അൽഹംദുലില്ലാ മകൻ്റെ കോള് വന്നു, ഉമ്മ റാഹത്തായിട്ടുണ്ട്, വിട്ടു എന്നുള്ള വിവരം. ഇതാ മകൻ എന്നോട് വന്ന് പറഞ്ഞ സംഗതിയാണ്. ഉമ്മ അങ്ങനെ ചെല്ലിയ വിവരവും എന്നിട്ട് അതുകൊണ്ടുണ്ടായ അങ്ങനെ പലതും. പക്ഷെ ഇതിലൊക്കെ ഒരു വിശ്വാസം നമുക്ക് വേണം. നമ്മുടെ മുന്നിലുള്ള പരിഹാരം ഖുർആനാണ്. സതകൂനു ഫിത്നൻ കഖിതഇൽ ലൈലിൽ മുസ്ലിമ, അതിശക്തമായ കൂരിട്ട് പോലെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന പല ഫിത്നകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിങ്ങൾക്ക് വരും. സഹാബികൾ ചോദിച്ചു, വമൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്, രക്ഷപ്പെടാനുള്ള മാർഗം എന്താ നബിയേ? ഖാല കിതാബുല്ലാഹ്,
വിശുദ്ധ ഖുർആനാണ്. അതിലെല്ലാത്തിനും പരിഹാരമുണ്ട്. പക്ഷെ അതിനെ സമീപിക്കേണ്ടതുപോലെ സമീപിക്കണമെന്ന് മാത്രം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി ഒരുപാട് പ്രത്യേകതകൾ ഈ സൂറത്തിനുണ്ട്. നമ്മളൊരു സംഗതി വിശദീകരിക്കുമ്പോൾ, ഒരു സംഗതി പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു മഹത്വം നമ്മൾ ഉൾക്കൊള്ളണമല്ലോ. മഹാന്മാരായ സ്വാലിഹീങ്ങളിൽ പലരും പറഞ്ഞിട്ടുണ്ട്, ഈ സൂറത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ സൂറത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മിൻഹാ, അതിൽപ്പെട്ടതാണ് അന്നമൻ കതബഹാ ഫീ ഇനാഇൻ മിൻ സുജാജ്. ഒരാൾ ചില്ലിന്റെ പ്ലേറ്റിൽ ഈ സൂറത്ത് എഴുതി, എന്നിട്ട് പനിനീർ കൊണ്ട് അത് മയക്കുകയും ചെയ്തു, വശറബഹ, എന്നിട്ടത് കുടിക്കുകയും ചെയ്താൽ യസൂലു അൻഹുൽ ഹമ്മു വൽ ഹസൻ, എല്ലാ മാനസിക ക്ലേശവും ടെൻഷനും അയാളിൽ നിന്ന് നീങ്ങിപ്പോകും. വലീഖുസ് സദ്ർ, ഹൃദയം കുടുസായ ഒരു അവസ്ഥയുണ്ടല്ലോ, അതില്ലാതെയാകും. ഇനി സാധാരണ ഒരു പാത്രത്തിലും ഇത് എഴുതാവുന്നതാണ്. എന്നിട്ട് സാധാരണ വെള്ളം കൊണ്ട് മയച്ചു കളയുക. എന്നിട്ട് അത് കുടിക്കുകയും ചെയ്താൽ ലിൽ ഹിഫ്ലി വൽ ഫഹ്മി, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനപ്പാടാക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവുണ്ടാകും. നമ്മളൊക്കെ മക്കളെയൊക്കെ ഹിഫ്ലിന് ചേർക്കുമല്ലോ. അങ്ങനത്തെ മക്കൾക്കൊക്കെ ഇത് അറബി മഷി ഉപയോഗപ്പെടുത്തി പ്ലേറ്റിൽ എഴുതിയിട്ട് സാധാരണ വെള്ളം കൊണ്ട് മയച്ച് അത് കുടിക്കാൻ കൊടുത്താൽ നല്ല ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും ഒക്കെ ഇത് മതിയാകും. ഇനി സഹോദര സഹോദരി ശ്രദ്ധിക്കണം. ഈ സൂറത്തൊരാൾ പതിവാക്കി ഓരോ ഫർള് നിസ്കാരത്തിന്റെയും ശേഷം 10 തവണ ഒരാൾ ഈ സൂറത്ത് ഓതിയാൽ അയാൾക്ക് ഭക്ഷണത്തിൽ വലിയ വിശാലതയുണ്ടാകുന്നതാണ്. അയാൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖും ഉണ്ടാകും. ഇനി പറയുന്നത് ശ്രദ്ധിക്കുക. ഒരടിമയെ വല്ലാതെ വേട്ടയാടുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ, അതൊരു ഉദ്ദേശം നിറവേറി കിട്ടണം, അല്ലെ പേടിക്കുന്ന ഒരു പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, അത് നീങ്ങിപ്പോകണം. എന്നാൽ മനസ്സിലാവുന്നില്ലേ പറയുന്നത്? ഒരു അബദിനെ വല്ലാതെ അലട്ടുന്നൊരു പ്രയാസമുണ്ട്, അത് നീങ്ങിപ്പോകണം. അല്ലെങ്കിൽ എന്തായാലും അയാൾക്ക് നടന്നു കിട്ടേണ്ട ഒരു സംഗതി ഉണ്ട്, അത് നടന്നിട്ടില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ വരാനുണ്ട്, അത് നടന്നു കിട്ടണം. മകൾക്ക് വയസ്സ് 20 കഴിഞ്ഞു, 21 കല്യാണത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവൾക്ക് ദേഷ്യം പിടിക്കും. അതവളോട് പറഞ്ഞൂടാ, അതവൾക്ക് കേട്ടൂടാ. അങ്ങനെയൊക്കെ ഇന്നലെ എന്നോട് വന്ന് പറഞ്ഞ സംഗതികളുണ്ട്. അതേ പ്രകാരം മകൻ 26 വയസ്സ് കഴിഞ്ഞു, 27 വയസ്സ് കഴിഞ്ഞു. എന്താണെന്നറിയുള്ളൂ ഉസ്താദെ, കല്യാണക്കാരൻ പറയുമ്പോഴത്തേക്ക് അവന് ദേഷ്യം പിടിക്കുക. അതൊക്കെ സ്വാഭാവികമായും ഉമ്മക്കും ബാപ്പക്കും വലിയ വേദനല്ലേ? അല്ലേ? വിവാഹപ്രായമെത്തി കല്യാണം നോക്കിയിട്ട് ശരിയാവുന്നില്ല, പിന്നെ ഇനി ഒരുത്തൻ കാണാൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്ക് പേടിയാൻ, ഓക്ക് ദേഷ്യാൻ. 100 കണക്കിന് ആളുകൾ കാണാൻ വന്നിട്ട് ശരിയാവാതെ ചായയും കടിയും കൊടുത്ത് ഞാൻ മടുത്തിട്ടുണ്ട്, ഇനി ഒരുത്തൻ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്നാണ് എൻ്റെ മോള് പറഞ്ഞതെന്ന് പോലും സങ്കടത്തോടു കൂടെ പറഞ്ഞ രക്ഷിതാക്കളില്ലേ? അതൊക്കെ വലിയ വേദനല്ലേ? അങ്ങനെയുള്ള പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാവാൻ എന്റെ ഉദ്ദേശം നിറവേറി കിട്ടാനായി 2 റക്അത്ത് ഞാൻ സുന്നത്ത് നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. ഖലാഉൽ ഹാജത്ത്, ആവശ്യം നിറവേറി കിട്ടണം. ആവശ്യം മനസ്സിൽ കരുതിയിട്ട് ഞാൻ ഇന്നൊരു പ്രയാസം റബ്ബേ എനിക്കുണ്ട്, ഞാൻ ഇന്നൊരു ഉദ്ദേശം എനിക്കുണ്ട്, ആ ഉദ്ദേശം ഹൈറായ നിലയിൽ നിറവേറി കിട്ടാൻ വേണ്ടി ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കൈകെട്ടുക. എന്നിട്ട് വയജ്ലിസ മുസ്തഖ്ബില അലാ ത്വഹാറ, വുളൂഓടുകൂടെ തന്നെ ഖിബലയിലേക്ക് മുന്നിട്ടിരിക്കണം. വയഖറഉഹാ, എന്നിട്ട് സൂറത്തോദണം. ഇദ്ദത ഹുറൂഫിഹാ, എത്ര അക്ഷരങ്ങളാണോ ഈ സൂറത്തിലുള്ളത് ആ അക്ഷരത്തിന്റെ തോതനുസരിച്ച്. എത്ര അക്ഷരാന്നാ പറഞ്ഞത്?
നിങ്ങൾ ഉറങ്ങിപ്പോയോ? എത്ര? 103. സാധാരണഗതിയിൽ 103 ഉള്ളത് വലിയൊരു ബർക്കത്തുള്ളൊരു സംഖ്യയൊന്നും അല്ല. ഇബ്ലീസ് എന്നതിന്റെ അബ്ജദ് കണക്ക് പ്രകാരമുള്ള എണ്ണാണ് ഏത്? 103. 103 വലിയൊരു ബർക്കത്തുള്ള സംഗതിയാന്ന് വിചാരിക്കണ്ട. അതുകൊണ്ടല്ലത് പറഞ്ഞത്. ഇപ്പൊ 786 എന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ അബ്ജദ് പ്രകാരമുള്ള അദദാണ്. 66 അല്ലാഹ് എന്നതിന്റെ അദദ് അബ്ജദ് അദദ് പ്രകാരമുള്ള കണക്കാണ്. എന്നതുപോലെ ഇബ്ലീസ് എന്നതിന്റെ അദദാണ് എത്ര? 103. ഇവിടെ 103 ഓതാനുള്ള കാരണം അത് ഈ സൂറത്തിലെ അക്ഷരം 103 അതുകൊണ്ടാണ്. 103 ഉസ്താദ് ഓതാൻ പറഞ്ഞത്? അത് ഇബ്ലീസിന്റെ അദദാണല്ലോ. എന്താണ് അയാൾ അങ്ങനെ പറഞ്ഞതിന് ആരെങ്കിലും ചോദിച്ചെന്ന് വിചാരിച്ച് ബേജാറാവണ്ട. മനസ്സിലായോ? 103 ഈ സൂറത്തിലുള്ള അക്ഷരത്തിന്റെ എണ്ണാണ്. അത് 103 തവണ ഓതുക. സുമ്മ യദ്ഉ വയഖറഉഹാ ഇദ്ദത ഹുറൂഫിഹാ. ഈ സൂറത്തിന്റെ എണ്ണമനുസരിച്ച്, അക്ഷരത്തിനനുസരിച്ച് ഓരോ അക്ഷരത്തിനും 103 അയാൾ ഓതേണ്ടത് 103 തവണ. സുമ്മ യദ്ഉ ബിമാ അഹമ്മഹു തുസ്തജാബു ലഹു. 103 തവണ കഴിഞ്ഞതിന് ശേഷം ഏത് കാര്യം സാധിച്ചു കിട്ടാനാണോ ആഗ്രഹിക്കുന്നത്, ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടി ദുആ ചെയ്താൽ അയാളുടെ കരുത്ത് പോലാതെ നടക്കുന്നതാണെന്ന് ലോക ചരിത്രത്തിലെ ഇന്നലകളിലെ വെള്ളി നക്ഷത്രങ്ങളായ മഹാരഥന്മാരായ മുഹദ്ദിസീങ്ങൾ, മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വല്ല രോഗവുമുണ്ടെങ്കിൽ ഒരു പാത്രം വെള്ളം എടുത്തു വെച്ചിട്ട് അത് ഓതിയിട്ട് അതിലേക്ക് ഊതിയിട്ട് അത് കുടിക്കട്ടെ, വലിയ ശിഫയും കിട്ടും. എന്തെങ്കിലുമൊക്കെ രോഗമില്ലാത്തവർ നമ്മളെ കൂട്ടത്തിൽ കുറവാണ്. എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഇല്ലാത്തവർ കുറവാണ്. ഇന്ന് ഈ കൂട്ടത്തിൽ പങ്കെടുത്ത ഒരു 3-4 ആളുകൾ ഞാൻ ക്യാൻസർ രോഗിയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആണും പെണ്ണൊക്കെ. അള്ളാഹു കൊടുക്കട്ടെ, അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. ആ കൂട്ടത്തിൽ ബ്ലഡ് ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഒരു ദിവസം 103 തവണയൊക്കെ ഓതണമെങ്കിൽ എത്ര നേരം ഇരിക്കണം ഉസ്താദേ? നിങ്ങൾ ചിന്തിക്ക്. ഒരു രോഗം വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് നമ്മളെ കൊണ്ടുപോയി, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ കൊണ്ടുപോയാൽ പലപ്പോഴും 2, 3, 4 മണിക്കൂർ ഇരിക്കാൻ പോലും സ്ഥലം കിട്ടാതെ നമ്മൾ നിൽക്കാറില്ലേ? ഇല്ലേ? ആ മെഡിക്കൽ കോളേജിലൊക്കെ പലപ്പോഴും പോയി നോക്കിയാലുള്ള ഒരു അവസ്ഥ എന്താ റബ്ബേ? അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു അങ്ങനത്തെ പ്രയാസങ്ങളെ തൊട്ടൊക്കെ നമ്മളെയും കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും കാക്കട്ടെ. അപ്പോൾ അത്ര നേരം ഏതായാലും തൽക്കാലം ഇതിന് വേണ്ട. ഇത് 103 തവണ ഓതാൻ അതിന് മാത്രം നേരമൊന്നും ഇരിക്കണ്ട. ഓതി അതിനനുസരിച്ച് കൂലിയും കിട്ടും. റസൂലുള്ളാഹിക്ക് വല്ലാത്ത സന്തോഷാകും. നമ്മൾ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്.